ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മേഴ്സിസ് വേൾഡ്. പാലക്കാട്ടേക്ക് പോകുമ്പോൾ നല്ലേപ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് തനിമ ഫാം ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്. വൺ ഡേ ടൂറിനൊക്കെ പറ്റിയ നല്ല ഒന്നാന്തരം ഒരു സ്ഥലമാണത്. അപ്പോൾ അവിടെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് തനിമ ഫാം ലൈഫിനെ കുറിച്ചിട്ട് ഒരു വിവരണം അവർ തരും. അതിനുശേഷം അവർ നമ്മളെ മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ ദാക്ഷായണി ടീച്ചറിൻ്റെ നേതൃത്വത്തിലാണ് ഈ തനിമ ഫാം ഹൗസ് കാണാൻ പോയത്. അയ്യോ, ഇതിനിടയിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടാണ്. നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സ്വീകരണം ഉണ്ട് അവരുടെ. അതിൽ നമുക്ക് നല്ല ഫ്രഷ് ജ്യൂസും അവിടെ തന്നെ ഉണ്ടാക്കിയ ബിസ്ക്കറ്റുകളും നമുക്ക് തരും. നമുക്ക് ആവശ്യം പോലെ അത് കുടിക്കാം. നല്ല ഫ്രഷായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് തരും അവിടെ ഉണ്ടാക്കി. അപ്പോൾ ആദ്യമായിട്ട് നമ്മളെ കൊണ്ടുപോയത് ഈ പെഡൽ ബോട്ടുകളുടെ അടുത്തേക്കാണ്. ആർക്കൊക്കെ പെഡൽ ബോട്ടിൽ കയറേണ്ടതെന്ന് വെച്ചാൽ കയറാം. അതിനുള്ള സൗകര്യത്തിന് വേണ്ടി അവർ നമ്മൾ ആദ്യം തന്നെ അങ്ങോട്ടാണ് കൊണ്ടുപോയത്. ഇവിടെ വന്നാലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾക്കും വയസ്സായ ആൾക്കാർക്കും ഫാമിലി ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും അവിടെ ആസ്വദിക്കാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. അതുപോലെ തന്നെ നല്ല ഫുഡ്, നല്ല ഫ്രഷ് ജ്യൂസ്, 4 മണിക്ക് നല്ല ചായ, കടി എല്ലാം അവിടെ നല്ല സമൃദ്ധമായിട്ട് നമുക്ക് ലഭിക്കും. ഒരു കാര്യത്തിന് നമ്മൾ പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഒരു ദിവസം ഇവിടെ വന്ന് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലൊരു സ്ഥലമാണത്. കുട്ടികൾക്കായാലും എല്ലാവർക്കായാലും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ ഒരു നല്ല സ്ഥലം അതാണത്. അപ്പോൾ നിങ്ങൾക്കൊരു ദിവസം വന്ന് ഒരു ദിവസം കാഴ്ചകൾ കാണണമെങ്കിൽ ഇവിടെ വന്ന് ഇതൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ അത്. അടുത്തത് ഞങ്ങൾ കാണാൻ പോയത് കുതിരാലയവും പിന്നെ പശുക്കളെ വളർത്തുന്ന സ്ഥലവും ആട്ടുകുട്ടികളൊക്കെ വളർത്തുന്ന സ്ഥലങ്ങളാണ് കാണാൻ പോയത് കേട്ടോ. ഇതിനിടയ്ക്ക് നമുക്ക് അവർ മോരും വെള്ളം തന്നു. അതുകൂടാണ്ട് കുറച്ചങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോണ്ട് നമുക്ക് കരിക്കിൻ്റെ ജ്യൂസ് ഇതെല്ലാം അവിടെ ഉണ്ട്. ഈ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവരൊരു വണ്ടിയുണ്ട്. ഒരു ചെറിയ ട്രെയിൻ പോലത്തെ കുട്ടി ട്രെയിൻ പോലത്തെ ഒരു വണ്ടിയുണ്ട്. ആ വണ്ടിയിലാണ് ഞങ്ങളിപ്പോൾ അവർ കൊണ്ടുപോകണത് കേട്ടോ. നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഭയങ്കര പ്രയാസമില്ല. അപ്പോൾ ഞങ്ങളൊക്കെ പ്രായമായ ആൾക്കാരായ കാരണം ഞങ്ങൾ അങ്ങനത്തെ ആ വണ്ടിയിലാണ് കൊണ്ടുപോയത്. അതാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നടക്കാൻ പറ്റാത്തവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളും എളുപ്പമായി. പിന്നീടുള്ള ഞങ്ങളുടെ യാത്ര കുതിരവണ്ടിയിലായിരുന്നു കേട്ടോ. കുതിരവണ്ടിയിൽ അവർ നമ്മളെ 2 റൗണ്ട് കുതിരവണ്ടിയിലേക്ക് ഓടിപ്പിക്കും. അതങ്ങനെ എല്ലാവരും കുതിരവണ്ടിയിൽ യാത്ര ചെയ്തു. അതൊരു രസകരമായ ഒരു സംഭവം തന്നെയായിരുന്നു. അതെ വരും. നമ്മുടെ കുറച്ച് പേരും കൂടി ഉണ്ട് ഇവിടെ. അത് ക്ലിപ്പാണ്. ഒരു മിനിറ്റ് കേട്ടോ.
എന്താ പറഞ്ഞു നമ്മളെ അവർ 2 റൗണ്ട് ഇങ്ങനെ ചുറ്റും ഓടിപ്പിക്കും കേട്ടോ. വണ്ടിമ്മ കയറ്റി ഇരുത്തിയിട്ട് കുതിരവണ്ടിയിൽ കയറ്റി ഇരുത്തിയിട്ട് 2 റൗണ്ട് ഓടിപ്പിക്കും. പിന്നെ അവിടെ പലതരം ഊഞ്ഞാലുകളുണ്ട് കേട്ടോ. കിടന്നാടേണ്ട ഊഞ്ഞാലുണ്ട്, ഇരുന്നാടേണ്ട ഊഞ്ഞാലുണ്ട്, 3-4 തരം ഊഞ്ഞാലുകളൊക്കെ ഉണ്ട്. ഏതിൽ വേണമെങ്കിലും നമുക്ക് ഇരുന്നാടാം. 2 പേർക്ക് ഇരുന്നാടാവുന്നതുണ്ട്. എല്ലാ തരത്തിലുള്ള ഊഞ്ഞാലുകളും അവിടെ ഉണ്ട്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അതിൽ ഇരുന്നാടാം. ഈ കാണുന്നതെല്ലാം അവിടെ വളർത്തിയിരിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ടുകളാണ് കേട്ടോ. ചിലത് കായ് ഉണ്ടാകാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നന്നായിട്ടുണ്ടായിട്ടില്ല, ഉണ്ടാകാൻ തുടങ്ങണുള്ളൂ. ഉണ്ടോ, ഒരേ ലെവലായിട്ട് അവരങ്ങനെ നട്ടിട്ടുണ്ട്. അതാണ് ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്ന സാധനം. കണ്ടല്ലേ വീട്ടിൽ ചോന്നിട്ട് കായ കണ്ടല്ലോ. ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ട് അവിടെ അപ്പുറത്തുണ്ട് കായ ഉണ്ടാകാൻ തുടങ്ങണം. അവിടെ കണ്ട അടിയില് ഇതേ കണ്ട അതേ ചെറുതായിട്ട്. ആര് അതെ അമേരിക്കയിലും നല്ല ഉണ്ടാവും. കണ്ട അതേ ചെറുതുണ്ടായി തുടങ്ങി. നോക്കിയാ കണ്ട പൂവിട്ട് ഉണ്ടായി വരുന്നു. ഇവിടെയൊക്കെ ആയി തുടങ്ങി. ഇവിടെ വലുതായി തുടങ്ങി. ഇവിടെ വലുതായി തുടങ്ങി. വയലറ്റ് ഉണ്ട്, ചുവപ്പുണ്ട്, പിങ്കുണ്ട്. അതാ കവക്കെട്ടിന് നല്ലതാണല്ലേ. പറ്റില്ല. എത്ര ദിവസമായി കവക്കെട്ടിന്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേരിനകത്തുണ്ട്. അവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്കിതിൻ്റെ 2ാം ഭാഗം കാണാം. അടുത്ത ഭാഗം ഇതിന് ശേഷം ഞാൻ വിടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോ എളുപ്പം കാണാൻ പറ്റും. അപ്പോൾ ഓക്കെ, താങ്ക് യു. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.